പീഡിതരുടെ രക്ഷകനും പാപികൾക്ക് മോചനം നൽകി നീതീകരിക്കുന്നവനും അനുതാപികളെ സ്നേഹിച്ച് സ്വീകരിക്കുന്നവനും കാണാതെ പോയവരെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ഇടയനുമായ ഈശോ, 100 ആടുകളിൽ 99നെയും വിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ആകുലപ്പെടുന്നവൻ. ഈ ആകുലത അവസാനിക്കുന്നത് കാൽവരിയുടെ മുകളിലാണ്. ഇടയൻ ആടുകളുടെ വാതിലാണെന്ന് ക്രിസ്തു പറയുമ്പോഴും ഇടയൻ്റെ നെഞ്ചിലൂടെയാണ് ആട് പുറത്തു കടക്കുക. ഒരു കുറുനരിക്ക് അകത്ത് കടക്കണമെങ്കിലും ഇടയൻ തന്നെ വാതിൽപ്പടി. ആടുകളും ചെന്നായ്ക്കളും സഞ്ചരിക്കുന്നത് അവൻ്റെ നെഞ്ചിലൂടെ. നീണ്ട നോമ്പും പ്രാർത്ഥനയും ഉപവാസവും നമ്മെ ആത്മാവിനാൽ നവീകരിക്കപ്പെടുന്നതിന് സഹായിക്കുന്നു. പാപമാകുന്ന മേഘം നമ്മുടെ പ്രാർത്ഥനകളെ മറയ്ക്കുന്നു. വിളിപ്പുറത്തുള്ള തമ്പുരാൻ നമ്മുടെ അനുതാപപൂർണമായ വിളിക്കു വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഒരു തിരിച്ചുവരവ് അവൻ നമ്മിൽ പ്രതീക്ഷിക്കുന്നു. കാരണം അവന് അതിൻ്റെ രുചി അറിയാം, ഒറ്റപ്പെടലിൻ്റെ വേദന അറിയാം. ദൈവം പോലും കൈവിട്ടുവെന്ന തോന്നലിൽ സ്നേഹിതർ നിദ്രയിലേക്ക് വഴുതിയപ്പോൾ പാനപാത്രങ്ങളുടെ രാവിൽ ക്രിസ്തു ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചത് ഗത്സമൻ തോട്ടത്തിൽ ഏകനായി ആയിരുന്നു. പാപം ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റി ഏകനാക്കുന്നു. എങ്കിലും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അവനായി തെളിച്ചു വയ്ക്കാൻ ഈശോ കുരിശിൽ ചിന്തിയ രക്തവും പീഡകളും ധാരാളം മതിയാവും. കലങ്ങിയ പുഴ തെളിയാൻ അല്പനേരത്തെ കാത്തിരിപ്പ് ആവശ്യമാണ്. തെളിനീരിനായി നമുക്ക് കാത്തിരിക്കാം ശാന്തതയോടെ. ഈ നോമ്പുകാലം അതിനുള്ളതായിരിക്കട്ടെ. നമ്മിലെ പാപക്കറകൾ മാഞ്ഞ് തെളിഞ്ഞ ജീവിതത്തിനായി. സ്തുതിയായിരിക്കട്ടെ.